നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും സുരക്ഷാ സൈന്യവും ഭീകരരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. കുൽഗ്രാം ജില്ലയിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കുൽഗ്രാം ജില്ലയിലെ ഹഡിഗാം മേഖലയിലാണ് പ്രാദേശിക പോലീസും ഇന്ത്യൻ ആർമിയും CRPFും സംയുക്തമായി ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ അടിക്കടി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ സുരക്ഷ ശക്തമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പൂർണ്ണമായും തദ്ദേശീയമായ ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നും മറ്റും നിരന്തരമായി പിടികൂടുന്നുണ്ടായിരുന്നു. ഇത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യൻ സൈന്യം കടന്നിരിക്കുന്നത്. അതിർത്തി കടന്നു വരുന്ന ഇത്തരം സാമഗ്രികൾ സ്ഥിരമായി വെടിവെച്ചിടുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പതിവായതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഇന്ത്യൻ സൈന്യം കാര്യമായി ചിന്തിച്ചിട്ടുള്ളത്. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഡ്രോണുകളോ ആളില്ലാ വിമാനങ്ങളോ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും മയക്കുമരുന്നുകളും കടത്തുന്നത് കുറച്ച് വർഷങ്ങളായി തന്നെ സുരക്ഷാ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എന്തായാലും നിലവിൽ അതിർത്തിയിൽ മിസൈൽ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഭീകരരെ നേരിടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.